നമസ്കാരം. 9 മണി ഒറ്റനോട്ടത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കരളുറപ്പോടെ കേരളം മുന്നോട്ട്. തോൽക്കൂല. ഒരു സമയത്ത് എനിക്ക് വാശിയെ കഴിഞ്ഞ് ജനങ്ങൾക്ക് ഒരു പാഠമാവണം. കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന 1000 കോടി കവിഞ്ഞു. ഇന്നലെ രാത്രി വരെ 1027 കോടി രൂപയാണ് ലഭിച്ചത്. ഇതുവരെ ഓൺലൈനായി സംഭാവന നൽകിയവരുടെ എണ്ണം 4.17 ലക്ഷമാണ്. ട്രഷറി വഴി അടച്ചിട്ടുള്ള സംഭാവനകളും സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചതും ഫെസ്റ്റിവൽ അലവൻസ് തുകയും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. ദുരിതാശ്വാസ നിധിയിലേക്ക് റിലയൻസ് ഫൗണ്ടേഷൻ 21 കോടിയും ഇന്ത്യൻ നേവി 9 കോടി രൂപയും ഇന്നലെ കൈമാറിയിരുന്നു. ഓർഡിനൻസുകളുടെ കാലാവധി നീട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പ്രത്യേക മന്ത്രിസഭായോഗം അല്പസമയത്തിനകം ചേരും. മന്ത്രിസഭായോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. സംസ്ഥാന പുനർനിർമ്മാണത്തിന് വിദേശ കൺസൾട്ടൻസിയുടെ സഹായം തേടാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. ഫണ്ട് ശേഖരണത്തിന് മന്ത്രിമാർ വിദേശ പര്യടനം നടത്താൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായിരുന്നു. അടുത്ത മാസം 3, 5 തീയതികളിൽ ജില്ലകളിലും മന്ത്രിമാർ നേതൃത്വത്തിൽ ധനശേഖരണം നടത്തും. വീട്ടുപകരണങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് കുടുംബശ്രീ വഴി 1 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകും. ജീവനോപാധി നഷ്ടമായവർക്ക് 10 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വീടുകളുടെ നിർമ്മാണം ഊർജിതമാക്കാൻ ഉദ്യോഗസ്ഥ ഉപസമിതിക്കും മന്ത്രിസഭായോഗം രൂപം നൽകി. കുട്ടനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് കൂടുതൽ പേർ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി. 18,000-ഓളം പേർ മാത്രമാണ് നിലവിൽ 92 ക്യാമ്പുകളിലായി കഴിയുന്നത്. കൈനഗിരിയുടെ പകുതിയോളം ഇപ്പോഴും വെള്ളത്തിന് അടിയിലാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളും ഗോഡൌണുകളും പ്രവർത്തിക്കുന്ന ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി തുടരും. കുട്ടനാട്ടിലെ മഹാശുചീകരണ യജ്ഞം 90% പൂർത്തിയായി. എന്നാൽ കൈനഗിരി അടക്കമുള്ള മേഖലകളിൽ നിന്ന് ഇനിയും പ്രളയജലം പൂർണ്ണമായും ഒഴുകിത്തീർന്നിട്ടില്ല. ഇവിടെ അടുത്ത ദിവസങ്ങളിലും ശുചീകരണം തുടരും. വ്യാഴാഴ്ച രാവിലെ തന്നെ ക്യാമ്പുകളിൽ നിന്ന് പായും കിടക്കയും കെട്ടുകളുമായി ക്യാമ്പംഗങ്ങൾ മടങ്ങിത്തുടങ്ങി. തിരിച്ചു പോകുന്നതിനുള്ള സൗകര്യങ്ങൾ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ക്യാമ്പുകളിൽ നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. മാതാ ജട്ടി, വാട്ടർ ട്രാൻസ്പോർട്ട് ജട്ടി എന്നിവിടങ്ങളിലൂടെ പോകുന്നതിനും വലിയ തിരക്കുണ്ട്. ആലപ്പുഴ വന്ന ക്യാമ്പിൽ താമസിച്ചതിന് ശേഷം തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അറിയാം വീട്ടിലെ അവസ്ഥ എന്താണെന്നുള്ളത്. വരയ്ക്കാത്ത ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല. പാദം മുങ്ങാനുള്ള വെള്ളത്തിൽ കൂടുതൽ വരയ്ക്കാത്തുണ്ട്. പിന്നെ സ്കൂളുകളിൽ ഇനി നിൽക്കാനൊക്കത്തില്ലല്ലോ. പ്രളയബാധിത പ്രദേശങ്ങളിലെ കിണറുകളുടെയും കുടിവെള്ള സ്രോതസ്സുകളുടെയും ഗുണനിലവാര പരിശോധന നടത്തും. ക്യാമ്പ് വിടുന്നവർക്കായി 20,000 കിറ്റുകളാണ് കാർത്തികപ്പള്ളി താലൂക്കിൽ മാത്രം തയ്യാറായത്. നങ്ങ്യാർകുളങ്ങര TKM കോളേജിലാണ് അവശ്യവസ്തുക്കൾ സംഭരിച്ച് കിറ്റുകളാക്കി മാറ്റുന്നത്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 10,000 രൂപ സഹായം വിതരണം ചെയ്യുന്നതിനുള്ള വിവരശേഖരണവും തുടങ്ങി. ന്യൂസ് 18 ആലപ്പുഴ. കുട്ടനാട്ടിൽ ആദ്യമായി കൃഷിയിറക്കിയ കായൽ രാജാവിന്റെ പുരയിടവും പ്രളയത്തിൽ മുങ്ങി. കുട്ടനാടിനെ നെൽകൃഷിയുടെ കേന്ദ്രമാക്കി മാറ്റിയതിന് പിന്നിൽ കായൽ രാജാവ് എന്ന മുരിക്കുമൂട്ടിൽ ഔതച്ചൻ എന്ന ജോസഫ് മുരിക്കനായിരുന്നു. എന്നാൽ പഴയ തലമുറയിൽപ്പെട്ട ചുരുക്കം ചിലർ മാത്രമാണ് മുരിക്കനെ ഓർക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ 2ാം ലോകമഹായുദ്ധങ്ങൾ സൃഷ്ടിച്ച ഭക്ഷ്യക്ഷാമമാണ് കുട്ടനാടിനെ കൃഷിഭൂമിയാക്കിയത്. തിരുവിതാംകൂർ രാജാവിന്റെ പ്രേരണയാണ് കായൽ നിലങ്ങളുടെ പിറവിക്ക് പിന്നിൽ. കായൽ കുത്തിയെടുത്ത് നിലമാക്കാൻ നെഞ്ചുറപ്പുള്ളവർക്കെല്ലാം രാജാവ് കായൽ പതിച്ചു നൽകി. ഇതിൽ പ്രധാനിയായിരുന്നു മുരിക്കുമുട്ടിൽ ഔതച്ചൻ അഥവാ ജോസഫ് മുരിക്കൻ. രാജകുടുംബത്തോടുള്ള ബന്ധം കണക്കിലെടുത്ത് നികത്തിയ പാടങ്ങൾക്ക് ഇദ്ദേഹം ചിത്തിര, റാണി, മാർത്താണ്ഡം എന്നിങ്ങനെ പേരും നൽകി. ഞാനും എൻ്റെ അപ്പനും ഒക്കെ അവരുടെ ജോലിക്കാരായിരുന്നു. കുട്ടനാട് ഈ മുരിക്കൻ്റെ ആയിരുന്നു. അതായത് പറഞ്ഞില്ലേ, ചിത്തിരയും മാർത്താണ്ഡ, റാണി ഇങ്ങനെ ഉള്ള കായലുകൾ മൊത്തം ഇവരുടെ അല്ലായിരുന്നു. മേഖലയിൽ കൃഷി വ്യാപകമായതോടെ തൊഴിലാളികളായി എത്തിയവർ പിന്നീട് ഇവിടെ സ്ഥിരം താമസക്കാരായി. ഞങ്ങളുടെ ഈ വെളിനാട് ലൊക്കാലിറ്റി കിടക്കുന്നത് ഭൂരിഭാഗം പുള്ളിയുടെ വസ്തുക്കളാണ്. ഇതെല്ലാം സർക്കാർ കുടികിടപ്പായിട്ട് 10 സെന്റ് കൊടുക്കുകയും ബാക്കി മിച്ചഭൂമിയായിട്ട് ഇവിടെ എല്ലാം വിതരണം ചെയ്തു. എല്ലാവർക്കും 75-77 സെന്റ് വെച്ച് വിതരണം ചെയ്തു. ഇപ്പം അവർക്ക് കായലുകളൊന്നുമില്ല. കായലിൻ്റെ ചിറകൾ മാത്രമേ ഉള്ളൂ. 15 ഏക്കർ വെച്ച് ഒരു വ്യക്തിക്ക് ഇവർക്ക് ഓരോ മക്കൾക്കും കൊടുത്തിട്ടുണ്ട്. കർഷക തൊഴിലാളികളുടെ വീട്ടിൽ കാലവർഷത്തിൽ വെള്ളം കയറുന്നത് പതിവായിരുന്നു. ഇതോടെ പ്രദേശവാസികൾ അഭയം തേടിയിരുന്നത് മുരിക്കൻ്റെ ആ പഴയ തറവാട്ടിൽ. പക്ഷേ ഇത്തവണത്തെ പ്രളയത്തിൽ കായൽ രാജാവായിരുന്ന മുരിക്കൻ്റെ പഴയ തറവാടും മകന് വേണ്ടി പണി കഴിച്ച വീടും പ്രളയത്തിൽ മുങ്ങിയതോടെ നാട്ടുകാർ പൂർണ്ണമായും കുട്ടനാടിനെ വിട്ടൊഴിയുകയായിരുന്നു. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 ആലപ്പുഴ.
ഹാരിസൺ മലയാളം ഭൂമി ഏറ്റെടുക്കാനുള്ള സ്പെഷ്യൽ ഓഫീസറുടെ ഉത്തരവ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. ഭൂമി ഏറ്റെടുക്കാനായി സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞ കാരണങ്ങൾ ഹൈക്കോടതി കൃത്യമായി പരിശോധിച്ചില്ല എന്നാണ് സർക്കാർ വാദം. കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം സ്പെഷ്യൽ ഓഫീസർക്ക് കോടതിയുടെ അധികാരങ്ങളുണ്ട്. വിശദാംശങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എന്താണ് അപ്പീലിലെ പ്രധാന വാദങ്ങൾ? രഞ്ജിത്ത്, ഹാരിസൺ മലയാളം ഉൾപ്പെടെ വിവിധ പ്ലാന്റേഷനുകൾക്ക് കീഴിലെ 38,000 ഏക്കറോളം ഭൂമി ഏറ്റെടുക്കാനായി സ്പെഷ്യൽ ഓഫീസർ വ്യക്തമാക്കിയ കാരണങ്ങൾ ഹൈക്കോടതി കൃത്യമായി പരിഗണിച്ചില്ലെന്നാണ് സർക്കാർ ഈ അപ്പീലിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. എതിർകക്ഷികൾക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ട ശേഷമാണ് ഭൂമി ഏറ്റെടുത്തത്. ഭൂസംരക്ഷണ നിയമപ്രകാരം സ്പെഷ്യൽ ഓഫീസർക്ക് കോടതിയുടെ അധികാരങ്ങളുണ്ട്. അതിനാൽ ഭൂമിയുടെ കൈവശാവകാശം സംബന്ധിച്ച് ഓഫീസർക്ക് തീരുമാനമെടുക്കാം. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ പഴയ കമ്പനി ഇന്ത്യൻ കമ്പനി നിയമപ്രകാരമല്ല രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്വതന്ത്ര തിരുവിതാംകൂറിൽ ഭൂമി കൈവശം വയ്ക്കാൻ കമ്പനിക്ക് അധികാരമില്ല. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നിയമപ്രകാരം ഈ ഭൂമിയുടെ അവകാശം സംസ്ഥാന സർക്കാരിന് ലഭിച്ചതാണ്. രേഖകൾ വ്യാജമാണെന്ന് സംശയിക്കുന്ന പരാമർശങ്ങൾ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട് എന്നും റിസർവ് ബാങ്ക് അനുമതിയില്ലാതെയാണ് വിദേശ കമ്പനി ഭൂമി കൈവശം വച്ചതെന്നുമാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അപ്പീലിൽ തീരുമാനമാകുന്നതുവരെ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവും സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശരി ഉണ്ണി. പ്രളയത്തിൽ തകർന്ന മൂന്നാറിനെ പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ മഹാശുചീകരണ യജ്ഞം. 3 ദിവസങ്ങളിലായി നടന്ന യജ്ഞത്തിൽ വെള്ളപ്പൊക്കത്തിൽ അടിഞ്ഞ മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 1000-ലധികം സന്നദ്ധ പ്രവർത്തകരാണ് മൂന്നാർ പട്ടണത്തെ വൃത്തിയാക്കിയത്. വിദ്യാർത്ഥികൾ, IT വിദഗ്ധർ, വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ ശുചീകരണത്തിനെത്തി. പഴയ മൂന്നാർ, മുതിരപ്പുഴയാറിന്റെ തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ടൺ കണക്കിന് മാലിന്യമാണ് അടിഞ്ഞുകൂടിയത്. മൂന്നാറിന്റെ സൗന്ദര്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിടാനാണ് സന്നദ്ധ പ്രവർത്തകർ ഒരുങ്ങുന്നത്. ഏകദേശം മുതിരപ്പുഴയാറ് പഴയ ഒരു ക്ലീനിങ് അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചെന്ന് തന്നെ പറയാം. എന്നാലും മറ്റേ കുറേ സ്ഥലങ്ങളിൽ എത്തപ്പെടാത്ത, ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ ഉണ്ട്. 3 ദിവസം ആളുകൾ നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. ഏകദേശം തലശ്ശേരി മുതലുള്ള ആളുകൾ ഇവിടെ വന്ന് സഹായിച്ചു. മൂന്നാറിനെ സൗന്ദര്യവതിയാക്കാനായിട്ട് വളരെ ഗംഭീരമായിട്ട്, അതായത് പല ആളുകളുടെ സഹകരണം ഞങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. വിവിധയിടങ്ങളിൽ നിന്നായി മൂന്നാറിലേക്കുള്ള വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടെങ്കിലും വിനോദസഞ്ചാര മേഖല സ്തംഭനത്തിലാണ്. റിസോർട്ടുകളിൽ ഏറിയ പങ്കും അടഞ്ഞുകിടക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. മഹാപ്രളയത്തിന്റെ ദുരിതങ്ങൾക്കിടയിൽ മൂന്നാറിൽ നീലക്കുറിഞ്ഞി പൂത്തു തുടങ്ങി. കനത്ത മഴയിൽ നിരവധി ചെടികൾ നശിച്ചതിനാൽ മലകൾ മൂടുന്ന തരത്തിൽ നീലവസന്തം ഇക്കുറി ഉണ്ടാകുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട്. രാജമലയിലെ ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് നീലക്കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയത്. ഓഗസ്റ്റ് 2ാം വാരത്തോടെ പൂത്തു തുടങ്ങുമെന്നാണ് കണക്കുകൂട്ടിയതെങ്കിലും 2 ആഴ്ച വൈകിയാണ് ചെടികൾ മുട്ടിട്ടു തുടങ്ങിയത്. 12 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ചെടികൾ പൂത്തെങ്കിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ട്. കഴിഞ്ഞ ഈ മല പൂറ എല്ലാം പൂത്ത് നിന്നതാണ്. ഇപ്പോൾ എല്ലാം ഈ മഴയ്ക്കകത്ത് എല്ലാം പൊളിഞ്ഞു പോയി നിൽക്കുക. ഇന്നും ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ കുറച്ച് പൂക്കൂടെ പൂക്കുന്നു. പണ്ടുള്ളതുപോലെ ഇപ്പോൾ കിട്ടില്ല. കഴിഞ്ഞ 3 തവണയും നീലവസന്തം ആസ്വദിച്ച രാജമലയിലെ വാച്ചർ കൃഷ്ണനും ഇത്തവണ കുറിഞ്ഞിക്കാലത്തിൽ പ്രതീക്ഷയില്ല. കനത്ത മഴയിൽ പലയിടങ്ങളിലും ചെടി അഴുകിത്തുടങ്ങി. അവശേഷിക്കുന്നവ അങ്ങിങ്ങായി പല സമയങ്ങളിൽ പൂക്കുന്നു. മഴ പ്രശ്നമായത് കൊണ്ട് ഇച്ചിരി കുറവാണ്. പൂക്കൾ ചെടിയൊക്കെ ഒരു ഇതായിട്ട് കാണുന്നില്ല. ഇടയൊക്കെ പോയി എല്ലാം കരിഞ്ഞെതിരെയാണ് കാണുന്നത്. കരിയാൻ തുടങ്ങി മഴ പ്രശ്നമായതുകൊണ്ട് കാലാവസ്ഥ ഇതാ. കുറിഞ്ഞി ഏറ്റവും നന്നായി ദൃശ്യമാകുന്ന രാജമലയിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 4 ലക്ഷത്തിലധികം പേർ ഓൺലൈനിലൂടെ ബുക്ക് ചെയ്തിരുന്നു. പ്രളയത്തെ തുടർന്ന് ബുക്കിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമായാൽ സെപ്റ്റംബർ 2ാം വാരം മുതൽ നവംബർ ആദ്യവാരം വരെ കുറിഞ്ഞിക്കാലം ഉണ്ടാകുമെന്നാണ് വനം വകുപ്പിന്റെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ നീലവസന്തത്തിനായി വീണ്ടും 12 വർഷം കാത്തിരിക്കേണ്ടി വരും. കാത്തിരിപ്പിനൊടുവിൽ നീലക്കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിരിക്കുന്നു. പ്രതികൂല കാലാവസ്ഥയിൽ മലമൂടുന്ന നീലവസന്തം വിരുന്നെത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മൂന്നാർ രാജമലയിൽ നിന്നും ക്യാമറമാൻ ഷിജോ M. ജെയിംസിനൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18. ഇടുക്കി അടിമാലിയിൽ ഉരുൾപൊട്ടലിൽ തകർന്ന വീട് തെന്നി നീങ്ങിയെത്തിയത് അടുത്ത പുരയിടത്തിൽ. 3 നില കെട്ടിടത്തിന്റെ താഴത്തെ നില പൂർണ്ണമായും തകർന്നുവെങ്കിലും 2 നിലകൾക്ക് യാതൊരു നാശവും ഇല്ല. ദേശീയപാതയോരത്ത് ഈ നിരപ്പിന് മുകളിലായിരുന്നു 2 നിലകൾ സ്ഥിതി ചെയ്തിരുന്നത്. എന്നാൽ ഉരുൾപൊട്ടലോടെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. 1 നില നിശേഷം തകർന്നു. മറ്റ് 2 നിലകൾ യാതൊരു പരിക്കുമില്ലാതെ മറ്റൊരാളുടെ പുരയിടത്തിലും. കനത്ത മഴയിൽ വീടിന്റെ മുറ്റത്താണ് ആദ്യം വിള്ളൽ പ്രത്യക്ഷമായത്. വീട്ടിലുണ്ടായിരുന്നവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി മിനിറ്റുകൾക്കുള്ളിൽ വീട് താഴേക്കിരുന്നു. വലിയ ശബ്ദത്തിൽ തറയും താഴത്തെ നിലയും തകർന്നു വീണു.
എന്നാൽ മുകളിലുള്ള 2 നിലകൾക്കും നാശനഷ്ടമില്ല. 3ാം നിലയിൽ ഉറപ്പിച്ചിരുന്ന വാട്ടർ ടാങ്കിന് പോലും സ്ഥാനചലനമില്ല. ഇത് 3 നിലകളിലായി പണിതിരുന്ന കെട്ടിടം മഴ ശക്തിയായി പെയ്ത സമയത്ത് ഇതിൻ്റെ താഴത്തെ ഫൗണ്ടേഷന് ചെറിയ കേടുപാടുകൾ സംഭവിക്കുകയും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥന്മാർ വന്ന് ഈ വീട്ടിലുള്ള ആളുകളെ ഇവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഏകദേശം ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഈ വലിയൊരു ശബ്ദത്തോടുകൂടി ഈ ബിൽഡിംഗ് താഴോട്ട് പതിക്കുകയായിരുന്നു. വീട് നിലനിന്ന സ്ഥലം പൂർണ്ണമായി ഒലിച്ചുപോയതിനാൽ അടുത്തയാളുടെ പറമ്പിലാണ് വീടിപ്പോൾ. മാറ്റിക്കൊടുക്കണമെന്ന് സ്ഥലമുടമ ആവശ്യപ്പെടുന്നെങ്കിലും അതിനുപോലും ലക്ഷങ്ങൾ ചെലവ് വരുമെന്നതാണ് അവസ്ഥ. അടിമാലിയിൽ നിന്നും ക്യാമറമാൻ ഷിജോയം ജെയിംസിനൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18. പ്രളയത്തിന് ശേഷമുള്ള ദുരവസ്ഥയുടെ നേർചിത്രമായി മാറുകയാണ് ആലുവയ്ക്ക് സമീപമുള്ള കീരപ്പള്ളി കോളനി. ആർത്തലച്ചെത്തിയ പ്രളയം എല്ലാം തകർത്തെറിഞ്ഞപ്പോൾ സഹായങ്ങൾ ഒന്നും ഇവിടേക്ക് എത്തുന്നില്ല. അതീവ പിന്നോക്കാവസ്ഥയിൽ നിന്ന് സുമനസ്സുകളുടെ സഹായത്താൽ കരകയറിക്കൊണ്ടിരിക്കവെയാണ് പ്രളയം കീരപ്പള്ളി കോളനിയിലേക്ക് ഇരമ്പിയെത്തിയത്. പ്രളയാനന്തരം ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് തിരികെ എത്തുമ്പോൾ ഇവർ കണ്ടത് ഹൃദയഭേദകമായ കാഴ്ചകളായിരുന്നു. ഒരു ആയുസിന്റെ അധ്വാനത്തിൽ സമ്പാദിച്ചതെല്ലാം പ്രളയം കൊണ്ടുപോയി. പ്രളയമെടുക്കാത്ത ബാക്കിയെല്ലാം ഉപയോഗിക്കാനാകാത്തവണ്ണം ജീർണിച്ചിരിക്കുന്നു. അധികൃതരാരും കോളനിയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. മൊത്തത്തിൽ ഒറ്റപ്പെട്ട പ്രദേശമായി നിലകൊള്ളുകയാണ് കീരപ്പള്ളി. ഞങ്ങൾ 65 കുടുംബമുണ്ട് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക. ലൈറ്റുകളില്ല, വീട്ടിൽ ഒരു സാധനങ്ങളില്ല. ഒരു ബാഗോ കുട്ടികളെ യൂണിഫോമോ ഒന്നും എല്ലാം പോയി. വീട്ടിലോട്ട് ഇപ്പം നമുക്ക് ഒരു വീടുണ്ടെന്നുള്ളൂ, അതിനകത്ത് ഒരു സർവത്ര സാധനങ്ങളും എല്ലാം പോയി. ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ട് എല്ലാം കൊണ്ടും ഞങ്ങൾ ഇപ്പോൾ മരിച്ചു പോയി. ഞങ്ങൾ മൊത്തം സർക്കാരിൽ നിന്നും ഞങ്ങൾക്കൊരു അനുകൂലങ്ങൾ കിട്ടിയിട്ടില്ല. അത് നാട്ടുകാരിലാണ് ഇപ്പം ഞങ്ങളൊരു ഈ റോഡിൽ തന്നെ കഴിയണം. ഇവർക്കുള്ള ഭക്ഷണവും വെള്ളവും സന്നദ്ധ സംഘടനാ പ്രവർത്തകരാണ് എത്തിക്കുന്നത്. എന്നാൽ എത്ര കാലം ഇത് തുടരുമെന്ന ആദിയാണ് കോളനി നിവാസികളിൽ. ഈ തകർന്ന വീട് സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു കോളനിയുടെ ആകെ ദുരവസ്ഥയാണ്. ഇവരുടെ പുനരധിവാസം ഉറപ്പാക്കാനുള്ള നടപടികളാണ് ഇനി വേണ്ടത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ശ്രീജിത്തിക്കൊപ്പം SS ശരൺ, ന്യൂസ് 18. കനത്ത മഴയും വെള്ളപ്പൊക്കവും കാരണം പാലക്കാട് ജില്ലയിൽ വൻതോതിൽ നെൽകൃഷി നശിച്ചു. നെൽകൃഷിയിൽ മാത്രം 29 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് ഔദ്യോഗിക കണക്ക്. ഇതിനു പുറമെ നെൽച്ചെടികൾക്ക് ഓലകരിച്ചിൽ രോഗം പടരുന്നത് കർഷകരെ ഇരട്ടി ദുരിതത്തിലാക്കിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ 61 കോടി 52 ലക്ഷം രൂപയുടെ കൃഷിനാശം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള ഔദ്യോഗിക കണക്ക്. ഇതിൽ 28 കോടി 85 ലക്ഷം രൂപയുടെ നഷ്ടവും നെൽകൃഷിയിലാണ്. അന്തിമ റിപ്പോർട്ടാവുന്നതോടെ നഷ്ടം ഇനിയും ഉയരും. 35,000 ഹെക്ടർ പ്രദേശത്താണ് ജില്ലയിൽ ഒന്നാം വിള നെൽകൃഷി നടത്തുന്നത്. ഇതിൽ 7,214 ഹെക്ടർ പ്രദേശത്തെ ഒന്നാം വിള നെൽകൃഷിയാണ് പൂർണ്ണമായും നശിച്ചത്. കതിരിട്ട് തുടങ്ങിയ നെൽച്ചെടികൾ പൂർണ്ണമായും നശിച്ചത് കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പൂർണ്ണമായും നശിച്ചു. ഇനിയും മഴ പെയ്താൽ ഇനിയും നാശമാണ്. ഇപ്പോഴും രോഗങ്ങൾ ഇതിൽ രോഗങ്ങളുണ്ട്. ഓലകരിച്ചിലും മഞ്ഞളിപ്പുണ്ട്. ഇതിന് എന്ത് മരുന്ന് ചെയ്യണം? മരുന്ന് ചെയ്തിട്ട് ഇതിൽ റിട്ടേൺ കിട്ടുമോ? കർഷകരാകെ ആശങ്കയിലാണ്. ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ പ്രദേശങ്ങളിലാണ് കൃഷിനാശം ഏറെയും. മഴ മാറിയതോടെ നെൽച്ചെടികളിൽ ഓലകരിച്ചിൽ രോഗം വ്യാപകമായത് കർഷകരെ ഇരട്ടി ദുരിതത്തിലാക്കിയിട്ടുണ്ട്. കർഷകരിൽ ഭൂരിഭാഗം പേരും വായ്പയെടുത്തും മറ്റുമാണ് കൃഷി നടത്തിയിട്ടുള്ളത്. കൃഷിനാശം സംഭവിച്ചവർക്കുള്ള നഷ്ടപരിഹാരം വേഗത്തിൽ വിതരണം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. പാലക്കാട്ടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ഭൂരിഭാഗം പേരും വീടുകളിലേക്ക് മടങ്ങിയപ്പോൾ മറ്റു ജില്ലകളെ പ്രളയബാധിതരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കളും വസ്ത്രവും എത്തിച്ചു നൽകുന്ന തിരക്കിലാണ് റവന്യൂ ഉദ്യോഗസ്ഥർ. കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിലെ ഗോഡൌണിൽ 500ഓളം വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് ഭക്ഷ്യക്കിറ്റുകൾ തയ്യാറാക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും സഹായവുമായി എത്തുന്നവരുടെ വരവ് തുടരുകയാണ്. ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും പാത്രങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും പ്രളയബാധിതർക്കായി എത്തിക്കൊണ്ടേയിരിക്കുന്നു. കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിലെ ഗോഡൌണിൽ നിന്നും ഇവയെല്ലാം പ്രത്യേക കിറ്റുകളാക്കി ജില്ലയിൽ വിതരണം ചെയ്യുന്നതിന് പുറമെ മറ്റ് ജില്ലകളിലേക്ക് കൂടി അയക്കുന്ന തിരക്കിലാണ് അധികൃതർ. അത്രയേറെ സാധനങ്ങളാണ് ഇവിടെ എത്തുന്നത്. സഹായം തരുന്നതിന് ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഫോൺ നമ്പർ തന്നിട്ട് പോയേക്കുവാണ്. ഇനി എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ പറഞ്ഞ് നമുക്കിപ്പോൾ ഇതൊന്ന് ശരിയാക്കിയിട്ട് വേണം ഇനി അതിന് ആവശ്യമുള്ള സാധനം. ഇതുവരെ 550 ടണ്ണിലേറെ ഭക്ഷ്യസാധനങ്ങളാണ് പാലക്കാട് എത്തിയത്. വസ്ത്രങ്ങളും പാത്രങ്ങളും വേറെ. 500ഓളം വളണ്ടിയർമാർ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നു. കുറച്ചു ദിവസം നമുക്ക് ആൾക്കാരെ കിട്ടാത്ത സമയത്ത് നമ്മൾ വിളിച്ച് അവരെ കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ അവർ മനസ്സോടെ ഞങ്ങൾ വരേട്ടാ അങ്ങനെ വേണ്ട വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാവരും സ്വന്തം മനസ്സോടെ നമ്മൾ പറയാണ്ട് തന്നെ കോളേജുകാർ തന്നെ അവർക്ക് ഇവിടേക്ക് വിടുക ചെയ്തു.
പ്രളയബാധിതർക്കായി എത്തുന്ന സാധനങ്ങൾ വേഗത്തിൽ വിതരണം ചെയ്ത് പൂർത്തിയാക്കാനുള്ള തിരക്കിലാണ് അധികൃതർ. ന്യൂസ് 18 പാലക്കാട്. ദുരിതബാധിതർക്കുള്ള കിറ്റുകൾ തയ്യാറാക്കുന്നതിലും വിവിധ വകുപ്പുകളുടെയും ജനങ്ങളുടെയും കൂട്ടായ്മ. എറണാകുളം ജില്ലാ ഭരണകൂടമാണ് അവശ്യ വസ്തുക്കളുടെ കിറ്റ് തയ്യാറാക്കി ദുരിതബാധിതർക്ക് എത്തിക്കുന്നത്. അരി മുതൽ പലവ്യഞ്ജനം വരെ 15ഓളം സാധനങ്ങളടങ്ങുന്ന കിറ്റാണ് തയ്യാറാക്കി വിതരണം ചെയ്യുന്നത്. ചെറിയ കുടുംബത്തിന് ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ സുഭിക്ഷം. പോലീസ്, റവന്യൂ വകുപ്പ്, കുടുംബശ്രീ, കോളേജ് വിദ്യാർത്ഥികൾ എന്നിവരുടെ കൂട്ടായ്മയിലാണ് കിറ്റുകൾ നിറയുന്നത്. ഒരു ദിവസം 15,000 മുതൽ 25,000 വരെ കിറ്റുകൾ ഇങ്ങനെ തയ്യാറാക്കും. ഇപ്പോൾ 7 സ്ഥലങ്ങളിലാണ് കേന്ദ്രീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മേജറായി 4 സ്ഥലങ്ങളിലാണുള്ളത്. തൃക്കാക്കര മുനിസിപ്പൽ ടൗൺ ഹാൾ, നമ്മുടെ കളക്ടറേറ്റ്, അതേപോലെ KBPS, ദെൻ കളമശ്ശേരിയിൽ, ദെൻ മറ്റ് ചെറിയ രീതിയിൽ പോകുന്നത് കുന്നത്തനാട്, കൊച്ചി, ദെൻ കോതമംഗലം താലൂക്കിലും നടക്കുന്നുണ്ട്. പ്രളയബാധിതർക്ക് സഹായമായി ലഭിച്ച സാധനങ്ങളാണ് കിറ്റുകളിൽ നിറയ്ക്കുന്നത്. തികയാത്തവ സപ്ലൈകോ, ഹോർട്ടികോർപ്പ് തുടങ്ങിയവയിൽ നിന്ന് ശേഖരിക്കും. ദുരിതാശ്വാസ ക്യാമ്പ് വിട്ടവർക്കും ക്യാമ്പിൽ കഴിയുന്നവർക്കും കിറ്റ് നൽകും. ക്യാമ്പ് വിട്ടവർക്ക് ഒരു പൊതുസ്ഥലത്ത് വെച്ചായിരിക്കും വിതരണം. ഇനി മുതൽ 3 ദിവസം കൊണ്ട് കിറ്റ് വിതരണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കിറ്റുകൾ തയ്യാറാക്കി വിതരണം ചെയ്യുന്ന കാര്യത്തിലും കൂട്ടായ്മ വിജയം കാണുകയാണ്. ഏതാണ്ട് 25,000 കിറ്റുകളാണ് ഇവർ ഒരു ദിവസം തയ്യാറാക്കുന്നത്. ഇങ്ങനെ 3 ദിവസം കൂടി കിറ്റുകൾ തയ്യാറാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. എൻ ശ്രീനാഥ്, ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് കനത്ത നാശം വിതച്ച പ്രളയത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. ഡാം കൃത്യസമയത്ത് തുറന്നുവിടാത്തതുകൊണ്ടാണ് പ്രളയം ഉണ്ടായത് എന്ന് ആരോപിച്ച് കോടതിക്ക് ലഭിച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കേസ് ഇന്ന് പരിഗണിക്കും. ചാലക്കുടി സ്വദേശി NR ജോസഫിന്റെ കത്തിന്മേലാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത്. ഡാം കൃത്യസമയത്ത് തുറന്നുവിടാത്തതുകൊണ്ടാണ് പ്രളയം ഉണ്ടായതെന്ന് കത്തിൽ പരാമർശിക്കുന്നു. ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലമാണ് 400 പേർ മരിച്ചതെന്നും 20,000 കോടിയുടെ നാശനഷ്ടമുണ്ടായതെന്നും കത്ത് വിശദീകരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹർജി പരിഗണിക്കുമ്പോൾ ദുരിതാശ്വാസ ഫണ്ട് കൃത്യമായാണ് വിനിയോഗിക്കപ്പെടുന്നതെന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. സർക്കാരിതര സംഘടനകളും സ്ഥാപനങ്ങളും പിരിക്കുന്ന ഫണ്ടിന്റെ വിനിയോഗം നിരീക്ഷിക്കാൻ എന്ത് സംവിധാനമാണ് ഏർപ്പെടുത്തിയതെന്നും കോടതി ആരാഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ലഭിക്കുന്ന തുക പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന ഹർജിക്കാരന്റെ ആവശ്യത്തോട് നിലപാട് അറിയിക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. ഇക്കാര്യത്തിലും സർക്കാർ നിലപാട് അറിയിക്കും. തകർന്നത് പുനഃസ്ഥാപിക്കലല്ല, നവകേരളം കെട്ടിപ്പിടിക്കുകയാണ് ലക്ഷ്യമെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. പ്രളയക്കെടുതി മൂലമുണ്ടായ നാശനഷ്ടം ദീർഘകാലാടിസ്ഥാനത്തിൽ വിലയിരുത്തുക എളുപ്പമല്ലെന്നും സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. പുനർനിർമ്മാണത്തിനുള്ള പണം സർക്കാരിന് തനിച്ച് കണ്ടെത്താനാവില്ല. കേന്ദ്ര സഹായം കൂടാതെ വിദേശ സഹായം ലഭിക്കുന്നതിനുള്ള സാധ്യതകളും ആരായുന്നുണ്ടെന്നും സർക്കാർ നിലപാടെടുത്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് ജില്ലയിൽ എലിപ്പനി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇന്ന് 16 താൽക്കാലിക ആശുപത്രികൾ പ്രവർത്തനം ആരംഭിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുടങ്ങിയിട്ടുണ്ട്. ഈ മാസം മാത്രം 28 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ എലിപ്പനി ബാധിച്ചത്. 3 പേർ മരിച്ചു. രോഗലക്ഷണങ്ങളുള്ള 66 പേർ നിരീക്ഷണത്തിലാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം. ജില്ലയിൽ 16 താൽക്കാലിക ആശുപത്രികൾ പ്രവർത്തനം ആരംഭിക്കും. ഇവിടെ PG ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ആശുപത്രികൾ പ്രവർത്തിക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നുള്ളവർ പനിയും ശരീരവേദനയും ആയിട്ട് വരികയാണെങ്കിൽ തീർച്ചയായും അവർ എലിപ്പനിക്കെതിരെയുള്ള ഡോക്സിസൈക്ലിൻ ഗുളിക 200 മില്ലിഗ്രാം, ഒരു ഗുളിക 100 മില്ലിഗ്രാമാണ്, അത് 2 ഗുളിക 200 മില്ലിഗ്രാം നിർബന്ധമായും കഴിച്ചിരിക്കണം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും തുടങ്ങി. പനി, പേശിവേദന, കണ്ണിന് ചുവപ്പ്, ഛർദി എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണം. 0495 237 6063 എന്നിവയാണ് കൺട്രോൾ റൂം നമ്പറുകൾ. ന്യൂസ് 18 കോഴിക്കോട്. ബ്രഹ്മപുത്ര നദിയിൽ ജലനിരപ്പ് ഉയരുന്നത് പ്രളയത്തിന് കാരണമായേക്കുമെന്ന് ഇന്ത്യയ്ക്ക് ചൈനയുടെ മുന്നറിയിപ്പ്. ചൈനയിൽ സാങ്പോ എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്രയിൽ 1.5 നൂറ്റാണ്ടിനിടെ ആദ്യമായിട്ടാണ് ഇത്രയധികം ജലനിരപ്പ് ഉയരുന്നത്. ചൈനയിൽ തുടരുന്ന കനത്ത മഴയാണ് ജലനിരപ്പിന് കാരണം. മഴയെ തുടർന്ന് വിവിധ അണക്കെട്ടുകളിൽ നിന്ന് 9,020 ക്യൂബക്സ് ജലം നദിയിലേക്ക് തുറന്നുവിട്ടതായി ചൈന അറിയിച്ചു. ജലനിരപ്പ് ഉയരുമെങ്കിലും ആശങ്കപ്പെടാനില്ല എന്ന് കേന്ദ്ര ജലവിഭവ മന്ത്രാലയം വ്യക്തമാക്കി. ഭീമ കൊറേഗാവ് സംഘർഷവുമായി ബന്ധപ്പെട്ട് 5 പേരെ അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രതിഷേധവുമായി മനുഷ്യാവകാശ സംഘടനകളും പ്രവർത്തകരും. നോട്ട് അസാധുവാക്കൽ അടക്കമുള്ള സർക്കാരിന്റെ പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ശ്രമമെന്ന് അരുന്ധതി റോയും ജിഗ്നേഷ് മേവാനിയും ആരോപിച്ചു. സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് RM ലോഥ അറസ്റ്റിനെ അപലപിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകരുടെ അറസ്റ്റിലൂടെ സർക്കാരിനെതിരായ ശബ്ദങ്ങൾ അടിച്ചമർത്താനാണ് ശ്രമമെന്ന് പൗരാവകാശ പ്രവർത്തകർ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു.
കേന്ദ്ര സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടം മറികടക്കാനാണ് അറസ്റ്റ് നാടകമെന്ന് എഴുത്തുകാരി അരുന്ധതി റോയ് പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം അറസ്റ്റുകളും കൊലപാതകങ്ങളും ആവർത്തിക്കും. This means we are living in dangerous times and there will be a ruthless and continuous attempt to divert attention from the reasons for this loss of popularity and to fracture the growing solidarity of the opposition. From now to the elections, it will be a continuous circus of arrests, assassinations, lynching, bomb attacks, false flag attacks, riots and pogroms. ഗുജറാത്ത് മോഡൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ, ഫാസിസം എന്നിവയുടെ സംയുക്ത രൂപമാണ് അറസ്റ്റ് എന്ന് ജിഗ്നേഷ് മേവാനി. एक कॉम्बिनेशन अनडिक्लेयर्ड इमरजेंसी, फांसीवाद और गुजरात मॉडल, इन तीनों का कॉम्बिनेशन इन गिरफ्तारियों में से निकल कर आता है. ഡൽഹിയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു. സെപ്റ്റംബർ 5-നും 15-നും രാജ്യവ്യാപകമായി പ്രതിഷേധിക്കാൻ സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതേസമയം അറസ്റ്റ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ആക്രമണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് RM ലോധ പറഞ്ഞു. സുപ്രീംകോടതി ഇടപെടലിനെ തുടർന്ന് വീട്ടുതടങ്കലിൽ കഴിയുകയാണ് നടപടി നേരിടുന്ന വരവര റാവുവും സുധാ ഭരദ്വാജും അടക്കമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ. ന്യൂസ് 18 ഡൽഹി. തൃശൂരിൽ 80-കാരിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ചുട്ടുകരിച്ച സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. 91 വയസ്സുകാരനായ ചെറിയാൻകുട്ടിയെ പോലീസ് തെളിവെടുപ്പിനായി വീട്ടിൽ കൊണ്ടുവന്നു. സുവി വിശ്വനാഥ് ചേരുന്നു. സുവി, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ? രഞ്ജിത്ത്, കഴിഞ്ഞ 27-നാണ് സംഭവം നടക്കുന്നത്. തൃശൂർ വെള്ളിക്കുളങ്ങരയിലാണ് സംഭവം. 91 വയസ്സുകാരനായ ചെറിയാൻകുട്ടി ഭാര്യയായ 82-കാരി കൊച്ചു ത്രേസ്യയെ കൊലപ്പെടുത്തി. അതിനുശേഷം മൃതദേഹം ചുട്ടുകരിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. 27-ാം തീയതി തന്നെ വൈകുന്നേരം ഇയാൾ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി ഒരു പരാതി നൽകി. തന്റെ ഭാര്യയെ കാണാനില്ല എന്നായിരുന്നു പരാതി. ഭാര്യ ഓട്ടോറിക്ഷയിൽ കയറി അനുജത്തിയുടെ വീട്ടിലേക്ക്, മുരിങ്ങൂരിലുള്ള അനുജത്തിയുടെ വീട്ടിലേക്ക് പോകുന്നത് കണ്ടു എന്നായിരുന്നു പരാതിയിൽ പറഞ്ഞത്. ഇതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ലെന്നും കൊച്ചു ത്രേസ്യയെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണവും പോലീസ് നടത്തുന്നത്. തുടർന്ന് വീട്ടിലെത്തി പോലീസ് തെരച്ചിൽ നടത്തുകയായിരുന്നു. വീട്ടിൽ തിരച്ചിൽ നടത്തിയപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്ന് വൃദ്ധ ഉപയോഗിച്ചിരുന്ന, കൊച്ചു ത്രേസ്യ ഉപയോഗിച്ചിരുന്ന, നടക്കാൻ ഉപയോഗിച്ചിരുന്ന വടി, ആ വടിയിൽ രക്തക്കറ കണ്ടു. ഒപ്പം തന്നെ ആ സമീപ ഭാഗങ്ങളിൽ രക്തക്കറ പുരണ്ട കത്തിയും കണ്ടെടുത്തിരുന്നു. ഇതിനെ തുടർന്ന് ചെറിയാൻകുട്ടിയെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് വൃദ്ധയെ കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം ചുട്ടുകരിക്കുകയായിരുന്നു എന്ന് ഇയാൾ പറഞ്ഞത്. ആ നിമിഷം തന്നെ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 91 വയസ്സുകാരനായതിനാൽ തന്നെ മക്കളുടെ സമീപത്ത് വെച്ചാണ് ഇയാളെ ചോദ്യം ചെയ്തിരുന്നത്. അതിനുശേഷം ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. വെള്ളിക്കുളങ്ങരയിലെ വീട്ടിലാണ് തെളിവെടുപ്പിന് കൊണ്ടുവന്നിരിക്കുന്നത്. പോലീസിനോട് ചെറിയാൻകുട്ടി പറഞ്ഞിരിക്കുന്നത് ഇതാണ്, അതായത് ഭാര്യയുടെ ആഭരണം, അതായത് 6 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ളവ വീട്ടിൽ തന്നെയാണ്. ഈ സ്വർണ്ണാഭരണങ്ങൾ വീണ്ടെടുക്കണം. അതോടൊപ്പം തന്നെ സംഭവങ്ങൾ എങ്ങനെയാണ് സംഭവം ഉണ്ടായത് എന്ന് സ്ഥിരീകരിക്കുകയും വേണം. എന്നാൽ ഇപ്പോഴും അനിശ്ചിതമായി നിൽക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ചെറിയാൻകുട്ടി എങ്ങനെയാണ് കൊച്ചു ത്രേസ്യയെ കൊലപ്പെടുത്തിയത് എന്ന കാര്യം കൂടെ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഫോറൻസിക് റിസർച്ച് വന്നതിന് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വെള്ളിക്കുളങ്ങരയിലെ വീട്ടിൽ ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. തൃശൂരിൽ 91 വയസ്സുകാരൻ ഭാര്യയെ ചുട്ട് എരിച്ച് കൊന്നു.